സ്വാതന്ത്ര്യദിനമാകുമ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളുടെയൊക്കെ പ്രസംഗങ്ങളൊക്കെ പുറത്തു വരാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ ശ്രദ്ധിക്കാറുള്ളത് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയുടെയും പ്രസിഡൻറ്റിൻ്റെയും ഒക്കെ തന്നെ പ്രസംഗങ്ങളായിരിക്കും. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെയും അവർ ഇതുപോലെ തന്നെ നോക്കിക്കാണും. പക്ഷേ ഇത്തവണ ഉണ്ടായ സ്വാതന്ത്ര്യദിനത്തിലെ പ്രസംഗത്തിൽ പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി പറഞ്ഞത് എന്താണെന്നറിയാമോ? തികഞ്ഞ വർഗീയത. ആ രാജ്യവും ആ രാജ്യത്തിൻ്റെ ഭരണകർത്താക്കളും വർഗീയതയല്ലാതെ മറ്റെന്ത് പറയാൻ എന്നുള്ളത് നിങ്ങളൊക്കെ തന്നെ ചിന്തിക്കുമായിരിക്കും. പക്ഷേ ഇവിടെ ഒന്ന് ആലോചിക്കേണ്ടത് അവർ പറഞ്ഞ വർഗീയത എന്താണ് എന്നാണ്. ഞങ്ങൾ പാകിസ്ഥാനികൾ 4% വരുന്ന ഹിന്ദുക്കളെ സഹിക്കുകയാണ് എന്നാണ് പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് പറഞ്ഞത്. അഖണ്ഡ ഭാരതം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ ഇവിടുത്തെ 4% ഹിന്ദുക്കളെ സഹിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 4% മാത്രമാണ് അവിടെ ഹിന്ദുക്കൾ ഉള്ളത് എന്നുള്ളതാണ്. പാകിസ്ഥാൻ ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനും ആയിരുന്ന കാലം ഉണ്ടായിരുന്നല്ലോ. അത് ഈസ്റ്റ് പാകിസ്ഥാൻ വേർപെട്ട് ബംഗ്ലാദേശ് ആയതോടുകൂടിയാണ് ഈ ഹിന്ദുക്കളുടെ എണ്ണത്തിൽ കണക്കിൽ ഒരു വ്യത്യാസം വന്നതെന്നാണ്. പക്ഷേ പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ ഭൂരിഭാഗവും വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്ക് പാകിസ്ഥാനിലെ ഹിന്ദു എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക, ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ആ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കുറേ ഇമേജുകൾ ഉണ്ടായിരിക്കും. ദരിദ്രമായ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ വീഡിയോകൾ കാണാം. അതുമാത്രവുമല്ല, തകർന്നടിഞ്ഞ ക്ഷേത്രങ്ങൾ. ഈ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ മറ്റൊരു കാര്യവും കൂടെ ഉണ്ട്. പാകിസ്ഥാനിലെ ക്ഷേത്രങ്ങളിലൊന്നും തന്നെ ഈ ബിംബം അകത്ത്, ഈ ഗർഭഗൃഹത്തിനകത്ത്, അതായത് ശ്രീലകത്തിനകത്ത് ബിംബം ഉണ്ടായിരിക്കും, വിഗ്രഹം ഉണ്ടായിരിക്കും. ആ വിഗ്രഹമല്ലാതെ പുറത്തൊന്നും തന്നെ ഒരു തരത്തിലുള്ള ഭഗവാന്റെയോ ഭഗവതിയുടെയോ ദേവൻ്റെയോ ദേവിയുടെയോ ഒന്നും ചിത്രം വയ്ക്കാൻ കഴിയില്ല. ടൈൽസിലൊക്കെ ഈ ഭഗവാന്റെ ചിത്രങ്ങളുള്ള, അതായത് കൃഷ്ണൻ്റെയും മുരുകൻ്റെയും മഹാദേവൻ്റെയും ഒക്കെ ചിത്രങ്ങളുള്ള ടൈലുകളുണ്ടല്ലോ, അതൊക്കെ തന്നെ പൊട്ടിച്ചു കളയും വന്നിട്ട്. അതിൻ്റെയൊക്കെ ഭാഗങ്ങളൊക്കെ ചുരണ്ടി കളഞ്ഞിട്ടാണ് അത് വെക്കാൻ സമ്മതിക്കുകയുള്ളൂ. കാരണം അവർക്ക് ഈ പറയുന്ന ഈശ്വരനെ ആരാധിക്കുന്ന ഒരു രീതിയില്ല, അവർക്ക് ബിംബങ്ങളെ ആരാധിക്കുന്നതില്ല. അതുകൊണ്ട് അവിടെ അത് അനുവദനീയമല്ല എന്നുള്ളതാണ്. ഉള്ള ക്ഷേത്രങ്ങൾ തന്നെ വളരെ രഹസ്യമായിട്ടാണ് അവരവിടെ ആരാധിക്കുന്നത് എന്നുള്ളതാണ്. പാകിസ്ഥാനിലെ ഹിന്ദു പെൺകുട്ടികൾ നിരന്തരം തട്ടിക്കൊണ്ടുപോകലിനും കൂട്ടബലാത്സംഗത്തിനും ഒക്കെ ഇരയാകുന്നത് പാകിസ്ഥാനിലെ പതിവ് കാഴ്ചയാണ്. പരാതിപ്പെട്ടാൽ ഒരു നടപടിയും ഉണ്ടാകില്ല. കാരണം അവരുടെ സംവിധാനവും നിയമവും ഒക്കെ തന്നെ പാകിസ്ഥാനിലെ ഇസ്ലാമിസ്റ്റുകൾക്ക് അനുകൂലമായിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഈ പ്രസംഗത്തിൽ അബദ്ധം പറ്റിയതാണ് ഇയാൾക്ക്, ആസിഫ് അലി സർദാരിക്ക് എന്ന് പറയുന്നവരുണ്ട്. കാരണം ഈ 4% എന്ന് പറയുന്ന കണക്ക് തെറ്റാണ്. 4% ഹിന്ദുക്കൾ പാകിസ്ഥാനിലില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ എത്രയാണുള്ളത്? അപ്പോൾ പാകിസ്ഥാനിലുള്ളത് വെറും 52 ലക്ഷം ഹിന്ദുക്കൾ മാത്രമാണ്. അതായത് അവരുടെ ആകെ ജനസംഖ്യയുടെ 2.17% മാത്രം. അത്രയുമുള്ള മൈക്രോ മൈനോറിറ്റിയാണെന്ന് ആലോചിച്ച് നോക്കൂ. മൈക്രോ മൈനോറിറ്റിയാണ് പാകിസ്ഥാനിൽ ഹിന്ദുക്കൾ എന്നുള്ളതാണ്. എന്നാൽ ഇവിടുത്തെ മുസ്ലിങ്ങൾ എത്ര ശതമാനമായിരുന്നു സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കണം. സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് 8% താഴെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ ഇന്ന് 15 മുതൽ 18% ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഭാരതത്തിൻ്റെ കണക്ക്, ഭാരതത്തിൻ്റെ ഉള്ള ജനസംഖ്യയുടെ കണക്ക് എന്നുള്ളതാണ്. പക്ഷേ പാകിസ്ഥാനിൽ എന്താണ്? പാകിസ്ഥാനിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 5% ഉണ്ടായിരുന്നത്, ഇല്ലെങ്കിൽ 12-13% ഉണ്ടായിരുന്നത് 1%, 0.5% മാറിക്കൊണ്ടിരിക്കുന്നു. അഫ്ഗാനിസ്ഥാനിലുണ്ട് 0.5%, 1% ഹിന്ദുക്കളുണ്ട്. ബാക്കി എല്ലാവരും തീരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ മതം മാറ്റപ്പെടും, ഇല്ലെങ്കിൽ കൊല്ലപ്പെടും എന്നുള്ളതാണ്. അവിടുത്തെ ക്രൂരമായ മതം മാറ്റത്തിൻ്റെ കഥകളെ പറ്റിയൊക്കെ നമുക്കറിയാം. അജിത് ഡോവലിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു പ്രധാനപ്പെട്ട സംഭവത്തെപ്പറ്റി അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളതായിട്ട് നമുക്ക് നെറ്റിലൊക്കെ വായിക്കാൻ കിട്ടും. അദ്ദേഹം ഒരു മസ്ജിദിലേക്ക്, അതായത് പാകിസ്ഥാനിൽ ഈ ഇന്ത്യയുടെ രഹസ്യാന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കഴിയവേ ഒരു മസ്ജിദിലേക്ക് നിസ്കരിക്കാനായിട്ട് കയറി ചെന്നപ്പോൾ അവിടെ വെച്ച് ഒരാൾ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, നീ ഹിന്ദു ആണല്ലേ എന്ന് ചോദിച്ചു. പറഞ്ഞു അല്ല, ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞ് അയാളുടെ അടുത്ത് ഒരുപാടൊക്കെ സംസാരിച്ചൊക്കെ നോക്കിയെങ്കിലും അയാൾ അവസാനം പറഞ്ഞു, നിൻ്റെ കാതിൽ പണ്ട് കാത് കുത്തിയതിൻ്റെ പാടുണ്ട്, അത് കണ്ടാൽ തിരിച്ചറിയാൻ കഴിയും നീ ഹിന്ദു ആണ് എന്നുള്ളത് എന്ന് അയാൾ പറയുകയുണ്ടായി. അപ്പോൾ എന്നിട്ട് അയാൾ പറഞ്ഞു, ഒരു വയസ്സായ ഒരു ഭിക്ഷാടനത്തിലിരിക്കുന്ന ആളാണ്, എന്നിട്ട് പറഞ്ഞു ഞാനും ഹിന്ദു ആയിരുന്നു. ഈ നാട്ടിൽ വന്ന് ഈ നാട്ടിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ജീവിക്കുകയാണല്ലോ, അവിടുത്തുകാരനാണല്ലോ, പാകിസ്ഥാനായി മാറിയതാണല്ലോ, പിന്നീട് ഇന്ത്യ ആയിരുന്നല്ലോ. ആ മനുഷ്യൻ അവിടെ ജീവിക്കണമെങ്കിൽ മതം മാറിയേ കഴിയുള്ളൂ. അങ്ങനെ ഭയന്ന്, തോക്കിനെ ഭയന്ന്, വാളിനെ ഭയന്ന് മതം മാറി
തൻ്റെ വിശ്വാസവും ഇഷ്ടവും സംസ്കാരവും എല്ലാം ബലി കഴിച്ച് ജീവിക്കേണ്ടി വരുന്ന, ഭിക്ഷാടകനായി ജീവിക്കേണ്ടി വരുന്ന ഒരു മനുഷ്യൻ്റെ ഗതികേടായിരുന്നു അന്ന് അജിത് ഡോവലിനോട് പറഞ്ഞത്, അയാൾ പങ്കുവച്ചത്. ഏതായാലും അവിടുത്തെ ന്യൂനപക്ഷങ്ങളെല്ലാം തന്നെ നിരന്തരമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിൽ ക്രിസ്ത്യാനികളാവട്ടെ മുസ്ലിങ്ങളാകട്ടെ എണ്ണം പെരുകിക്കൊണ്ടുമിരിക്കുന്നുണ്ട്. അവരുടെ എണ്ണത്തിൽ ഒരിക്കലും കുറവ് വരുന്നില്ല. കാരണം ഇവിടെ ന്യൂനപക്ഷ വേട്ട എന്ന് പറയുന്നത് ഇന്ത്യ നടത്തുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. പാകിസ്ഥാനിൽ അതിഭീകരമായിട്ട് ന്യൂനപക്ഷ വേട്ട നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അത് നിരന്തരമായി നടക്കുന്നു. ആ കാര്യമാണ് അബദ്ധം പറ്റിയിട്ടാണെങ്കിലും ആസിഫ് അലി സർദാരി വിളിച്ചു പറഞ്ഞത് തെറ്റാണ്. പറഞ്ഞ കണക്കിലൊക്കെ തെറ്റാണെങ്കിലും വലിയ രീതിയിൽ കൊടിയ പീഡനം നടക്കുന്ന സഹിക്കുന്ന അവിടുത്തെ ഹിന്ദുക്കളാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ പറഞ്ഞതിൽ മാത്രമേ ഉള്ളൂ ചെറിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. പാകിസ്ഥാനിലെ ഹിന്ദുക്കളെ സഹിക്കുന്നു എന്നല്ല, പാകിസ്ഥാനിലെ ഹിന്ദുക്കൾ സഹിക്കുന്നു എന്നുള്ളതാണ് ആസിഫ് അലി സർദാരി പറഞ്ഞത്. ഏതായാലും ഇതിൻ്റെ കണക്കുകളൊക്കെ തന്നെ സർദാരിയുടെ പ്രസംഗത്തിന് പിന്നാലെ വലിയ തോതിൽ ചർച്ചയാവുന്നുണ്ട് എന്നുള്ളതാണ്. പാകിസ്ഥാനിലെ ഹിന്ദുക്കൾക്ക് ജീവിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അവിടുത്തെ പലരും അതുകൊണ്ടാണ് ഈ CAAയുടെ ഭാഗമായിട്ടൊക്കെ ഇന്ത്യയിലേക്ക് വരുന്നത്. ഇന്ത്യയിലേക്ക് ഇവിടെ വന്നിട്ടും വളരെ ഗതികെട്ടാണ് അവർ ജീവിക്കുന്നത്. കാരണം അവർക്ക് വേണ്ടിയിട്ട് സന്നദ്ധ സംഘടനകളൊക്കെ പ്രവർത്തിച്ച് ഒരുപാട്, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ കാണാം, ഒരുപാട് ഓർഗനൈസേഷനുകൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഡൊണേഷൻ സ്വീകരിക്കുന്നുണ്ട്. അവർ ഇത്ര ശതമാനമായി ഇത്ര രൂപ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയേറെ കുട്ടികളെ പഠിപ്പിക്കാനാകും. അവർ വളരെ ഗതികേടിലാണ്, അവർക്ക് സ്വന്തമായിട്ട് വീടില്ല, അവിടെ കൊടിയ പീഡനമായിരുന്നു, ആ പീഡനത്തിൽ നിന്നും ബലാത്സംഗത്തിൽ നിന്നുമൊക്കെ ഓടി രക്ഷപ്പെട്ടാണ് അവരിവിടേക്ക് വന്നത് എന്ന് പറയുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കാണാൻ കഴിയും. ഏതായാലും ആക്രമിക്കപ്പെട്ട ക്ഷേത്രങ്ങൾ, തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. കറാച്ചിയിൽ പോയാൽ നിങ്ങൾക്ക് ഇന്നും കാണാൻ കഴിയും വായുദേവൻ്റെ ഒരു ക്ഷേത്രത്തിനെ പബ്ലിക് ടോയ്ലറ്റായിട്ട് പാകിസ്ഥാനികൾ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണ് അവർ ഇതര വിശ്വാസങ്ങളെയും ഇതര മതങ്ങളെയും കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവിടെയാണ് ആസിഫ് അലി സർദാരി പറയുന്നത് പാകിസ്ഥാനെ ഹിന്ദു ജനതയെ സഹിക്കുന്ന രാജ്യമല്ല, നേരെ തിരിച്ചാണ് എന്നുള്ളതാണ്. നിർബന്ധിതമായ മതപരിവർത്തനം, കൊടിയ ബലാത്സംഗം, വിവേചനം, ആക്രമണം ഇതെല്ലാം നേരിട്ടിട്ടാണ് അവിടുത്തെ ഹിന്ദുക്കൾ ജീവിക്കുന്നത് എന്നുള്ളതാണ്. അവിടുത്തെ ഹിന്ദുക്കൾ അടിസ്ഥാനപരമായിട്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അവർ ആക്രമണങ്ങൾ സഹിച്ചുകൊണ്ടാണ്, ഒരു ക്ഷേത്രം പോലും പൊതുവായിട്ട് പ്രവർത്തിക്കാനാവാതെ ഏത് നിമിഷവും ആക്രമിക്കപ്പെടും. അതായത് വിവാഹം കഴിഞ്ഞ് വധുവും വരനും കുടുംബാംഗങ്ങളുമായിട്ട് വീട്ടിലേക്ക് കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അത് തടഞ്ഞു നിർത്തി ആക്രമിച്ച് ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി ആക്രമിച്ച് ബലാത്സംഗം ചെയ്ത് മതം മാറ്റത്തിന് പ്രേരിപ്പിക്കുന്ന സംഭവങ്ങൾ പാകിസ്ഥാനിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ വീഡിയോകളൊക്കെ തന്നെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അതിക്രൂരമാണ് പാകിസ്ഥാനിൽ നടക്കുന്ന കാര്യങ്ങൾ. അത് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നിന്ദ്യമായിട്ടുള്ള വർത്തമാനം അവിടുത്തെ പ്രസിഡന്റ് പറഞ്ഞാലും ശരി തന്നെ അതൊന്നും വിലപ്പോകുന്നതല്ല. അത് ജനങ്ങളിലേക്ക് ഇതിൻ്റെ സത്യാവസ്ഥകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതൊരു തുറന്ന കാലമാണ്, സോഷ്യൽ മീഡിയയുടെ കാലമാണ്. അപ്പോൾ എവിടെയാണ് ന്യൂനപക്ഷ കൊലപാതകവും വേട്ടയും ആക്രമണവും ഒക്കെ നടക്കുന്നത് എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.